അതേസമയം ഈ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ അനുകൂല നിലപാടെടുക്കുന്ന രാജ്യങ്ങൾക്കെതിരെയും ഇന്ത്യ ശക്തമായ നീക്കത്തിലാണ്. അതിൽ തുർക്കിയും അസർബൈജാനും അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെയാണ് കൂടുതൽ ശക്തമായ നീക്കം പ്രഖ്യാപിച്ചത്. തുർക്കി കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന കമ്പനികൾക്കെതിരെയും നിലപാടെടുത്തിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കമ്പനിയാണ് ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുകയാണ് തുർക്കി ആസ്ഥാനമായുള്ള വ്യോമയാന കമ്പനി സെലേബിയുടെ രാജ്യത്തെ പ്രവർത്തനാനുമതി നിഷേധിച്ചിരുന്നു. ഇത് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ രംഗത്ത് വന്നിരിക്കുന്നത്. കൊച്ചി അടക്കമുള്ള 8 വിമാനത്താവളങ്ങളുടെ അവരുടെ പ്രവർത്തനാനുമതിയാണ് നിഷേധിച്ചത്. മുംബൈ വിമാനത്താവളം പകരം മറ്റൊരു കമ്പനിക്ക് ഹാൻഡ്ലിംഗ് ചുമതലകൾ നൽകിയിട്ടുമുണ്ട്. ഇൻഡോതായ് എന്ന കമ്പനിക്കാണ് ഗ്രൗണ്ട് കരാർ നൽകിയിരിക്കുന്നത്. നിലവിലുള്ള സെലേബി കമ്പനിയുടെ ജീവനക്കാരെ പൂർണ്ണമായും ഈ കമ്പനിക്ക് കൈമാറി ആണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾക്ക് നീക്കമുണ്ടാകുന്നത്. എന്തായാലും ഡൽഹി ഹൈക്കോടതിയിലെ സെലേബി കമ്പനിയുടെ നീക്കം പ്രസക്തമാണ്. കിരൺ ബാബു ചേരുന്നു. കിരൺ, തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ ഒരു ബാൻ പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷേ സമൂഹ മാധ്യമങ്ങളിലടക്കം ഒരു ക്യാമ്പയിനായി തന്നെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ തുടർച്ചയായിട്ടായിരുന്നു ഈ സെലേബി കമ്പനിക്ക് ഒരു പ്രവർത്തന നിയന്ത്രണം രാജ്യത്ത് ഏർപ്പെടുത്തിയത്. ഈ കമ്പനിയുടെ നീക്കം എന്താണ്? കാരണം അവർക്ക് ഷെയർ മാർക്കറ്റിലും മറ്റും കനത്ത നഷ്ടം നേരിടേണ്ടി വരുന്നുണ്ട്. സജിത്ത്, ഇത് സുപ്രധാനമായ ഒരു നയതന്ത്ര നീക്കം കൂടിയാണ്. ഇന്ത്യ ഒരു സന്ദേശം നൽകുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങിയപ്പോൾ പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിച്ച രാജ്യങ്ങൾ, അങ്ങനെ നിലപാട് സ്വീകരിക്കുന്ന രാജ്യങ്ങളുമായി തുടർന്ന് ഇന്ത്യക്ക് ഒരു സഖ്യമുണ്ടാവില്ല, അല്ലെങ്കിൽ അവരുമായി ഒരു ബന്ധമുണ്ടാവില്ല. അങ്ങനെ പരസ്യമായി ആ രാജ്യത്തെ തള്ളിക്കളയുകയും ഒന്നുമല്ല. അത്തരത്തിലേക്ക് ഒരു നയതന്ത്ര നീക്കത്തിലേക്കൊക്കെ പോകുമ്പോൾ അതിന് സ്വീകരിക്കേണ്ട നടപടികളൊക്കെ ഉണ്ട്. പക്ഷേ അതിന് പകരമായി ഇന്ത്യ പ്രധാനമായും ചെയ്യുന്നത് അത്തരം ആ രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികൾക്ക് ഇന്ത്യയിലുള്ള പ്രവർത്തനാനുമതി നിഷേധിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലൊക്കെ പ്രവർത്തിച്ചിരുന്ന കമ്പനിയാണ് സെലേബി എന്ന് പറയുന്ന തുർക്കി കമ്പനി. ഈ കമ്പനിക്കാണ് ഇപ്പോൾ സെക്യൂരിറ്റി ക്ലിയറൻസ് റദ്ദാക്കിയിരിക്കുന്നത്. സെക്യൂരിറ്റി ക്ലിയറൻസ് റദ്ദാക്കുക വഴി ഈ കമ്പനിക്ക് ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലെ കൊച്ചി വിമാനത്താവളത്തിലും കണ്ണൂർ വിമാനത്താവളത്തിലും അടക്കം പ്രവർത്തിച്ചിരുന്ന കമ്പനിയാണ് എന്ന് ഓർക്കണം. അവരുടെ പ്രവർത്തനാനുമതി നിഷേധിച്ചതോടുകൂടി ഇന്ത്യ ആയിരുന്നു അവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലകളിലൊന്ന്. ഇന്റർനാഷണൽ തലത്തിൽ അവരുടെ ഓഹരിയിലൊക്കെ വലിയ ഇടിവുണ്ടായി. ഈ സെലേബി കമ്പനി സുപ്രീം കോടതിയൊക്കെ സമീപിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ. ഇത് നിക്ഷേപകരുടെ ആത്മവിശ്വാസം കെടുത്തുന്നതാണ്. ഇന്ത്യയിൽ നിക്ഷേപം നടത്തിയിട്ട് അക്കാര്യത്തിൽ ഇന്ത്യ ഏകപക്ഷീയമായി തിരിച്ചടി ഒരു തീരുമാനം സെക്യൂരിറ്റി ക്ലിയറൻസ് പിൻവലിച്ചിരിക്കുന്നു. അതിന്റെ കാരണങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ള തുടർന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്കെതിരെ ഇങ്ങനെ ഒരു സംഘർഷ സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരായി പാകിസ്ഥാൻ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു രാജ്യത്തെ വിമാനത്താവളം പോലെ സുപ്രധാനമായ തന്ത്രപ്രധാനമായ ഒരു മേഖലയിലേക്ക് പ്രവർത്തനം നൽകുക എന്നുള്ളത് അത് ഇന്ത്യയുടെ സുരക്ഷയുമായി ബാധിക്കുന്ന വിഷയമാണ്. ആഭ്യന്തര സുരക്ഷ ചൂണ്ടിക്കാണിക്കാൻ ഏത് സമയത്തും ഏത് കമ്പനിക്കെതിരെയും ഏത് രാജ്യത്തിനും കഴിയും എന്നുള്ള വിഷയം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അത് കോടതിയിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് കോടതിയിൽ ഇത് ചൂണ്ടിക്കാണിച്ചാലും ഇല്ലെങ്കിലും അതിൽ തീരുമാനം എന്തായാലും എല്ലാം ഈ കമ്പനിയെ സംബന്ധിച്ച് കനത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അത് തുർക്കി എന്ന രാജ്യത്തിന് ഇന്ത്യ നൽകുന്ന ഒരു സന്ദേശമാണ്, അല്ലെങ്കിൽ തുർക്കിയിലെ വ്യവസായ കമ്മ്യൂണിറ്റിക്ക് ഇന്ത്യ നൽകുന്ന ഒരു സന്ദേശമാണ്. ഇന്ത്യ പാകിസ്ഥാൻ വിഷയമുണ്ടാകുമ്പോൾ ഇന്ത്യക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കോ എന്നതിന് പകരം, അല്ലെങ്കിൽ പാകിസ്ഥാന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാതെ ഇരിക്കുന്ന രാജ്യങ്ങൾ, ഇരു രാജ്യങ്ങളുമായും പ്രത്യേകിച്ച് നിലപാടൊന്നും സ്വീകരിക്കാതിരുന്ന നിരവധി രാജ്യങ്ങളുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് പാകിസ്ഥാൻ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചാൽ ഇന്ത്യക്ക് ഇത്തരത്തിൽ പ്രതികരിക്കേണ്ടി വരും. അത് തുടർന്ന് വരുന്ന മറ്റു രാജ്യങ്ങൾക്കുള്ള ഒരു സന്ദേശം കൂടിയാണ് ഇപ്പോൾ ഇന്ത്യ നൽകുന്നത്. സെലേബി കമ്പനി അടക്കം തുർക്കി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനിക്കെതിരെ കടുത്ത നിലപാട് ഇന്ത്യ സ്വീകരിക്കുകയാണ്. ഇതൊരു നയതന്ത്ര നീക്കത്തിന്റെ കൂടി ഭാഗമാണ്. ശക്തമായ നീക്കമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്.